ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, എനിക്കറിയാം ഒരു 16 ഇയർ സ്റ്റുഡൻറ്റിന് ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നത് ഒരു കരിയർ സെലക്ട് ചെയ്യുന്നത് പോലെയാണ്. അത്ര എളുപ്പമൊന്നുമല്ല. സോ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് വാല്യുബിൾ ടിപ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹൗ ടു ചൂസ് ദ കറക്റ്റ് സ്ട്രീം ആഫ്റ്റർ ക്ലാസ് 10. അപ്പോൾ ആദ്യം നമ്മുടെ ടിപ്പാണ് ട്രയൽ ക്ലാസ്സസ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രയൽ ആയിട്ട് കുറച്ച് ക്ലാസ്സസ് ഓൺലൈൻ കിട്ടുവാണെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഒരു വലിയ ലോങ് ജേർണിയിൽ പോകാൻ പോവുകയാണ്. നമ്മളൊരു 25 ഇയേഴ്സ് ഒരുമിച്ച് ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ആ യാത്രയിൽ ബോർ ആയി കഴിഞ്ഞാൽ, നമുക്കൊരു ബേർഡൻ ആയി കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷം കിട്ടില്ല. നമ്മുടെ ലൈഫ് ഒരു ഭയങ്കര ഒരു ഡിപ്രഷനിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും 2 വർഷത്തെ കോമേഴ്സ് അല്ലെ സയൻസ് സ്ട്രീം വിട്ടിട്ട് വേറെ ഒരു സ്ട്രീം എടുക്കുന്നത്. വൈ? ബിക്കോസ് അത് അവരുടെ ആപ്റ്റിറ്റ്യൂഡിനെ ആയിട്ട് ബന്ധപ്പെടുന്ന ഇല്ല, അത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സോ ഇങ്ങനൊരു മിസ്റ്റേക്ക് നമുക്ക് വരാൻ പാടില്ല. സോ ഫസ്റ്റ് തിങ് ഈസ്, ഇത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ട്രയൽ ക്ലാസ്സസ് ചോദിച്ചു നോക്കുക എല്ലാ സബ്ജക്റ്റിനെയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സബ്ജക്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇത് ഇത്രയും നേരം കേൾക്കുമ്പോൾ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിച്ച് സബ്ജക്ട്സ് ഐ ലൈക്ക്, ഏത് സബ്ജക്ട്സ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ പറയാണ് ട്രയൽ ക്ലാസ്സസ് തരാൻ പറ്റത്തില്ല, സോ നോ പ്രോബ്ലം, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ട്രീം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീംസിൽ ഏത് സ്ട്രീമിലൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്, ആ സ്ട്രീംസിന്റെ സബ്ജക്ട് ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലസ് ഏറ്റവും പ്രോമിസിംഗ് ആയ എല്ലാ സ്ട്രീംസിനെ കരിയേഴ്സിനെ കുറിച്ചും ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സസ് നോക്കുക. കുറെ നേരം ആ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ആ സബ്ജക്ട്സ് നിങ്ങൾ കേൾക്കുമ്പോൾ, ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്, അത് നിങ്ങൾ കൺഫേം ചെയ്യുക. അഥവാ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് യെസ് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ഐ ക്യാൻ എൻജോയ് ദിസ് സബ്ജക്ട്, ഐ റിയലി ക്യാൻ ഡു സംതിങ് പോസിബിൾ, ദെൻ ദിസ് ഈസ് ദ പോയിന്റ്. ഇതാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തത്. ഓക്കെ, അപ്പം അതൊരു വേ ആണ്, അതൊരു രീതിയാണ്. നമുക്ക് ട്രയൽ ക്ലാസ്സസിലൂടെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത്. ഇനി അടുത്ത ടിപ്പ് നോക്കാം, സിലബസ്. ഇപ്പോൾ ട്രയൽ ക്ലാസ്സസ് നോക്കി എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഓൺലൈൻ സിലബസ് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. 2021-22 സിലബസ് ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സിലബസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏതൊക്കെ സബ്ജക്റ്റിൽ കവർ ആവുന്നത്. അപ്പോൾ നമ്മൾ 10th വരെ പഠിക്കുന്നതല്ല ഒരു 11-12 വരുന്ന ലെവൽ, ഒത്തിരി വ്യത്യാസമുണ്ട്. സോ നിങ്ങൾക്ക് ആ ഡെപ്ത് വരെ ആ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, കുറെ ഡിഫിക്കൽട്ട് ആണോ, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ദാറ്റ് ഇസ് ടിപ്പ് നമ്പർ 2. ഇനി ടിപ്പ് നമ്പർ 3 നോക്കാം, പിക്ക് എ ടോപ്പിക്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സബ്ജക്റ്റിന് ഓരോ ടോപ്പിക് എടുക്കുക. എന്നിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് NCERT ബുക്സിന്റെ എല്ലാ സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ്, വായിച്ചു നോക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, ഓക്കെ ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത 2 സബ്ജക്ട്സ് കൂടെ എടുക്കുക, എന്നിട്ട് അതും വായിച്ചു നോക്കുക. സോ ഗ്രാജുവലി നമ്മൾ നാരോ ഡൗൺ ചെയ്യുവാണ്. നമ്മൾ ഒരു വേണ്ടാത്ത സ്ട്രീംസ് നമുക്ക് ഡിസ്കാർഡ് ചെയ്തിട്ട് വേണ്ടിയ സബ്ജക്ട്സ് നമ്മൾ ചൂസ് ചെയ്യണം. സോ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു, ബിക്കോസ് എലിമിനേഷൻ നമ്മൾ ചെയ്യണം. എലിമിനേഷൻ നമ്മൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് നോക്കാം, ടോക്ക് ടു എ പിയർ. നിങ്ങളുടെ സ്കൂൾ, അങ്ങനെ നിങ്ങളുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള കുട്ടികൾ കാണും, അവരുമായി സംസാരിക്കുക. ഓരോ സ്ട്രീമിനെ കുറിച്ച് അവരുമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഹാർഡ്ഷിപ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ സാക്രിഫൈസസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചാൻസസ് ആണ്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ്, അത് അവരെന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സോ ടോക്കിംഗ് ടു പിയർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു ചൂസ് എ സ്ട്രീം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അതുപോലെ ബയോഗ്രഫീസ്, നിങ്ങൾക്ക് ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബയോഗ്രഫീസ് ഒക്കെ വായിക്കാം, കുറെ കരിയറിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്ത്
നോക്കുമ്പോഴും നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഇനി ഡിസ്കസ് വിത്ത് പാരൻസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ആണല്ലോ നമ്മുടെ പേരൻസ്. അപ്പോൾ ഒരു 15 ഇയേഴ്സ് 16 ഇയേഴ്സ് സ്റ്റുഡൻറ്റിന് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സോ യു ടു ടോക്ക് ടു യുവർ പേരൻസ്. പലപ്പോഴും നമ്മുടെ ഡിസിഷനും പേരൻസിന്റെ ഡിസിഷനും ഒത്തിരി വേരിയേഷൻ കാണും. പേരൻസ് പലപ്പോഴും സ്റ്റുഡൻസിനോട് പറയും ഇത് മതി, ഇതെടുത്താൽ മതി. പക്ഷെ അപ്പോൾ സ്റ്റുഡൻ്റ് ആണ് പാരന്റിനെ കൺവിൻസ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ആ കുട്ടിക്ക് ഏത് സബ്ജക്റ്റിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെങ്കിൽ റിസർച്ച് ചെയ്യണം. ജസ്റ്റ് ഡോണ്ട് ഗോ ആൻഡ് ബ്ലൈൻഡ്ലി ടേക്ക് അപ്പ് എനി സ്ട്രീം. സോ ദിസ് ഇസ് ദ ടൈം. നിങ്ങൾക്കിപ്പോൾ സമയം ഇഷ്ടംപോലുണ്ട്. സോ സെർച്ച്, കണ്ടുപിടിക്കുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എവിടെയാണ്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എവിടെയാണ്, നിങ്ങളുടെ ഡ്രീംസ് എവിടെയാണ്. സോ വിത്ത് ദാറ്റ് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അൺടിൽ we meet in the next session, bye bye, take care.